ഒന്ന് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് പോകണം. ഇവിടെ എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ പെട്ടെന്ന് തലയിട്ടിട്ട് വരാവേ. തലയിട്ടാൽ പ്രശ്നമാണ്. ഇടിക്കില്ല. നമ്മുടെ പിള്ളേരെ ഇടിക്കില്ലേ? ഇല്ലില്ല. What's going on? ആർക്കാടാ പ്രശ്നം ഇവിടെ? സക്കറ ആർക്കാടാ പ്രശ്നം? എടാ കക്കാശി, ഇത് ഇവിടെ എന്താ പ്രശ്നം? എന്താ നമ്മളൊന്ന് പിറ്റ് ചെയ്ത് കേക്കാവല്ലോ. എടാ കേക്കുന്നുണ്ട്, പറ കാര്യം പറ. അവനൊന്ന് പിറ്റ് ചെയ്ത് അപ്പൊ നമ്മൾ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞ ആള് മാറിയതാന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം പിറ്റ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ തിരിച്ച് പിറ്റ് ചെയ്ത് ആള് മാറിയതാന്ന് പറഞ്ഞ്. അപ്പൊ അവൻ വന്നിട്ട് പറഞ്ഞ് നിനക്ക് ആള് മാറും ചെയ്യും, വേണമെങ്കിൽ നമ്മൾ അങ്ങ് ആള് മാറി അടിക്കുകയും ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അവനോട് അടിക്കാൻ പറഞ്ഞ അവൻ ബാക്കപ്പ് വിളിച്ചു. എന്നാ നമ്മളെ ആള് മാറി അടിച്ച അവന്റെ ബാക്കപ്പ് വരുവാണെങ്കിൽ അവനെ തല്ലുവെന്ന് പറയാം. അല്ല മാമ, അവൻ പേരൊക്കെ പറയാൻ പറഞ്ഞു, നാട്ടിലുണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പൊ ആ പേര് പറഞ്ഞെടുത്ത് ഗ്യാങ് പറഞ്ഞെടുത്ത് അവൻ ഓടി. അല്ല ഇവന്റെ കൂട്ടുകാരാണ്ട് ബാക്കപ്പ് ഒന്നും തല്ലുവെന്നല്ലേ പറഞ്ഞു. അവനെ പിടിച്ചു, അവനും കൊടുത്തു. നല്ലൊരു കാര്യം ഇവരെ എണ്ണിപ്പിച്ചിട്ട് ബാക്കപ്പ് കത്തിക്കണ്ട. ഇതെന്താ സിറ്റുവേഷൻ? ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്തേ. അത് അവന്മാരൊന്ന് ഫിറ്റിംഗ് ആയി. അതായത് ആദ്യം ഇവൻ മറ്റേ ഇവന്മാരുടെ ഫ്രീ വണ്ടി നടക്കായിരുന്നു. അപ്പൊ TDS ഗ്യാങ് വണ്ടി വന്ന് ഇവന്മാരുടെ ഫ്രീ വണ്ടി ഫിറ്റ് ചെയ്ത്. അപ്പൊ ഇവന്മാര് ചോദിച്ചു എന്താ ഫിറ്റ് ചെയ്യണ ചോദിച്ചിട്ട് ആള് മാറിയതാണ് പറഞ്ഞത്. ഇത് നിലത്തെടുക്കുന്നത് TDS. എന്നിട്ട് അവന്മാര് തിരിച്ചു എന്നിട്ട് ചോദിച്ചു എന്തിനാ പിറ്റേന്ന് ചോദിച്ചപ്പോ ആള് മാറിയെന്ന് പറഞ്ഞു. അവന്മാര് തിരിച്ച് അങ്ങോട്ട് പിറ്റ് ചെയ്ത്. അപ്പൊ അമ്മ ചോദിച്ചു എന്തിനാ പിറ്റേന്ന് ചോദിച്ചപ്പോ അവന്മാരെന്താ പറഞ്ഞു നമ്മൾ പറഞ്ഞ ആള് മാറിയെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ് വേറെ അവൻ പറഞ്ഞ ആള് മാറും ചെയ്യേണ്ട, നമ്മള് ആള് മാറി അടിക്കുകയും ചെയ്യുന്നു. 18 ഓക്കെ. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ഉള്ള സമയത്ത് അവര് ആള് കൂടുതലായിരുന്നു. എങ്ങനെ അവര് നമ്മളെ കൊണ്ട് ഇന്ന് തന്നെ സിറ്റുവേഷൻ എടുത്ത് ഡ്രൈവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ആള് കുറവായതുകൊണ്ട്. നോക്കാം, സെറ്റ് ചെയ്യാം. അവിടെ എത്ര വണ്ടികളുണ്ട്? ലൊക്കേഷൻ ചോദിച്ചോ, അടുത്ത ലൊക്കേഷൻ ചോദിച്ചോ, നമുക്ക് കയറാം. ഓക്കെ ഓക്കെ. വണ്ടിയോടെ വരാണ്ട് എന്താ അവര് മഞ്ഞല്ലടാ, പച്ചല്ല. ഹെലിയെടുത്ത് വരാൻ പറ. ഹെലി എടുക്കാലോ എന്തായാലും. കേക്കോ, ഒരു കോള് പറഞ്ഞാ അമ്മാരുടെ നമ്മുടെ സെയിം മാക്സിമം വരാൻ നോക്കണേ. ആരൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്? ഒരു മിനിറ്റ് ഒന്ന് ഞാൻ എല്ലാരും വണ്ടിയിൽ എത്ര പേര് വെച്ചുണ്ട്? എന്റെ വണ്ടി 3. എടാ ഒരു കാര്യം, പിന്നെ എടാ എടാ എന്റെ വണ്ടി 3 പേര്. നീയും കുത്തി കളിച്ചോ? പോകത്തില്ലേ? ഞാൻ നിൽക്കുന്നില്ല. എടാ പിന്നെ ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ കുത്തി കളിച്ചോട്ടോ. എടാ ഒരു മിനിറ്റ്. ഞാൻ പറയാം ഇപ്പൊ തൽക്കാലം ഞാൻ പറയാം. എടാ ലീവ് വണ്ടി ഓടിക്കുന്നുണ്ടോ? ഹലോ. ഇല്ല കാലോണ്ട്. ബാക്കിയുള്ളവരൊക്കെ നോക്കി ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്ത് കളിക്കോ. ആരെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്ത് കളിക്കണം. ആരെങ്കിലും പിന്നെ ചെയ്ത് കുറവുള്ള കളിച്ചോ. ബാക്കിയുള്ളവരൊക്കെ അവന്മാർക്ക് സപ്പോർട്ട് കൊടുക്കണേ. TDSന്റെ ഗ്യാങ്സ് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് അപ്പുറം അവരുടെ ഗ്യാങ്സ് അപ്പുറം ഈ വഴി വരുത്തുള്ളൂ. അപ്പുറം വഴി വരുത്തുള്ളൂ. എല്ലാരും പിങ് നോക്കിയോ പിന്നാലോ. സ്ട്രൈക്ക് ഇറങ്ങിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് കളിച്ചോട്ടോ. ഒന്നും പേടിക്കണ്ട. എവിടെ വെച്ച് ഇനീഷ്യേറ്റ് ചെയ്ത് കളിച്ചോ. ബാക്കിയുള്ളവരെ ഒരുപാട് പിങ് ഇടല്ലേടാ. റിപ്പയറിംഗ്
കേക്കാവോ? അത് ഞാൻ പലേറ്റുണ്ട്. തൽക്കാലം ഫ്രീ ഇല്ല. തൽക്കാലം ഒരു വണ്ടി എടുത്തോ. നമ്മുടെ റിപ്പയർ എടാ അവർ ലൊക്കേഷൻ പറഞ്ഞോ ഓൺ ദ വേ? സ്ട്രൈക്ക് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഞാൻ എവിടെ പിങ്ങിട്ട് കുത്താൻ പറയുമ്പോ ബാക്കിയുള്ളവരൊക്കെ അവിടെ കുത്തിക്കണം കേട്ടോ. ഞാൻ മൊബൈൽ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ച് കുത്തുന്ന ആരൊക്കെയാ അന്ന് പറഞ്ഞു? നിങ്ങളെല്ലാരും ഒരുമിച്ച് കുത്തിക്കോ. സ്ട്രൈക്ക് ഇനീഷ്യേറ്റ് ചെയ്യും. ബാക്കി നീറ്റ് ഓക്കിയുടെ വണ്ടി പിന്നെ ആരൊക്കെയായിരുന്നു ഡ്രാഗൺ എല്ലാരും ഇനീഷ്യേറ്റ് ചെയ്തോടെ. ഓക്കെ നിർത്തി. നീ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കണം. ലൊക്കേഷൻ ഈ ലൊക്കേഷൻ മറ്റേ സീനില്ല. ലൊക്കേഷൻ കൊടുത്തതിന് പിന്നെ മാറാൻ പാടില്ല കേട്ടോ. അത് അങ്ങനെ ഉണ്ട്. ആ ലൊക്കേഷൻ ഒന്നും മാറാൻ പാടില്ല. ഇത് കൊടുത്തോ, കൊടുത്തോ നേരെ മാറാൻ പാടില്ല. എടാ നീ ലൊക്കേഷൻ ആ ഇതന്നെ 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 തന്നെയാണോ? ആ അതെ അതെ അതെ. എല്ലാരും നോക്കിയൊക്കെ ഒരു വണ്ടി വെച്ചാ കിട്ടുമല്ലേ പറഞ്ഞോലെ. വണ്ടിയുടെ ലൈറ്റ് എടാ അതിൽ ആരൊക്കെ ഹീലിങ്സ് കുറവുള്ളവരുണ്ടോ? ഇല്ലല്ലോ, ആരൊക്കെ കുറവുള്ളവരില്ലല്ലോ. ആ വെച്ചിണ്ട് വെച്ചിണ്ട്. അങ്ങ് കുത്താൻ പറഞ്ഞ ഒന്നും നോക്കണ്ട. അങ്ങ് കുത്ത റൈറ്റ് സൈഡ് എവിടെയാണോ ആ റൈറ്റ് സൈഡ് അങ്ങനെ കയറി പോലാരും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. ഒന്നിച്ചാ കളിച്ചാൽ മതി. ബാക്കി നമ്മളല്ലടാ അവരെത്താത്തണ്ട. നമുക്ക് മല പിടിച്ചു മലമുകളിൽ ഒറ്റ നിൽക്കുന്നേ. പിന്നെ കുത്താൻ പറഞ്ഞ വണ്ടിയൊക്കെ കുത്താൻ പറ്റത്തില്ലെങ്കിൽ വായി തുറന്ന് പറയാ ഇവിടെയാ നിൽക്കുന്നേന്ന്. ഡ്രസ് മാറണ്ട. ഒരു വണ്ടി ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ ഒരുമിച്ച് നമ്മുടെ ജോഡിയാമന് കത്തിപ്പോയിരുന്നേ. നമുക്ക് അങ്ങോട്ട് അറ്റാക്ക് കളിക്കാം. ഒന്ന് നോക്കട്ടെ. ഡ്രൈക്ക് നീ വന്നേടാ. ഡ്രൈക്കിങ് വന്നേടാ. ഇവിടെ ഇറങ്ങി ടയർ ഓടിച്ചാ. ടയർ ഓടിച്ചാ. ഇറങ്ങി ടയർ ഓടിക്ക്. ഈ മലയിൽ ഇറങ്ങി ടയർ ഓടിച്ചു. പൊട്ടിക്ക് പൊട്ടിക്ക്. ഈ മറിഞ്ഞു പറഞ്ഞു ഈ താഴെ വണ്ടിയിൽ പിടിയടാ. അടി 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 അടി. അവിടെ നിങ്ങൾ തിരിച്ചു വണ്ടി കയറി. തിരിച്ചു വണ്ടി കയറി. ഇവരെ വണ്ടിയും കൺഫ്യൂസിംഗ് ആണ്. ടയർ ഓട്ടിയ വണ്ടി എവിടെ ചേട്ടൻ പിന്നെ ഇറങ്ങാറപ്പോ പറയട്ടോ. എന്റെ സൈഡിലിരിക്കുന്നത് സൈഡ്. എടാ ഇത് എങ്ങനെയാണ് മനസ്സിലാവുന്ന വണ്ടി? ആകെ നമുക്ക് ലൈറ്റ് നോക്കാനേ പറ്റുള്ളൂ കേട്ടോ. അടി അടി അടിടാ. കേറി 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 കേറി. ലിയോ ലിയോ ഞാൻ ചേട്ടൻ എടാ ഈ പിങ്ങ 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 ഈ പിങ് വഴി കറങ്ങണ. ഈ പിങ് വഴി കറങ്ങണ. റൈറ്റ് കറങ്ങണ. റൈറ്റ് കറങ്ങണ. ഒപ്പം കറങ്ങി. ഒപ്പം കറങ്ങി. മരത്തിന്റെ ബാക്കിൽ ഇറങ്ങി 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 ഇറങ്ങി. ഓക്കെ അങ്ങ് ദൂരെ 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 ദൂരെ
അത് നമ്മുടെ ആളായിരുന്നു. നാളെ പറഞ്ഞ പറ്റത്തില്ല, എക്സാമിന് പഠിക്കാൻ സമ്മതിക്കത്തില്ല, കഴിവേറിയത്. ഒരെണ്ണം ഗണപതിക്ക് അത്ര ഉള്ളതാ. എടാ മനസ്സിലാണ്ടാ കളർ വെച്ചിട്ട് കിഡി. ഞാൻ അടിച്ചു. ഇത് നമ്മുടെ ആളാ, എന്റെ ഇല്ല. ഡ്രാഗനെ രക്ഷിക്ക. ഞാൻ നോക്കുമ്പോ അവരെ കൂടെ അടിക്കുന്നത്. ഇങ്ങനെയാണ് കളിക്കുന്നത്. ഒന്ന് കേറി ഇറങ്ങപ്പോഴേക്കും രണ്ടോടിക്ക് ആക്കണം പറഞ്ഞോടാ. നാളെ വരാന്ന് പറഞ്ഞല്ലേ മക്കളെ, എന്തിനാണ് എടാ പെട്ടെന്ന് കൺഫ്യൂഷൻ വരടാ ആ സമയത്ത്. കാരണം അവരുടെ സൈഡിൽ കത്തിക്കട കല്യാണത്തിന് ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്. എടാ ഒന്ന് അവരുടെ കൂടെ ഇരുന്നിട്ട് അടിച്ചായിരുന്നു, അവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് അടിക്കുന്നത്. ഏതാ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ അവരെ കൂടെ ഒരാളടിക്കുന്നത്. അതാ പെട്ടെന്ന് അടിച്ചേ. നിങ്ങൾക്ക് തോന്നി അത് പെട്ടെന്ന് നമ്മുടെ ആളാന്ന് തോന്നി നിങ്ങൾക്ക്? ഇല്ല, ഇവരെ വണ്ടി മനസ്സിലാവുന്നില്ല. ലോബി വേറെയാണ്. കുട്ടിക്കാട്ടിൽ എന്താ പരിപാടി? ഫ്ലക്കുകളാണോ കുട്ടിക്കാട്ടിന്നൊക്കെ ഇറങ്ങിയിരുന്നടാ? നാളെ തള്ളുവല്ലാന്ന് പറഞ്ഞല്ലേ മച്ചാനെ, എന്നെ തള്ളുവരണോ? ഞാൻ ആളെ പറഞ്ഞിരുന്നുണ്ടോ എത്ര പ്രാവശ്യം കോൾ ചെയ്ത് ഇവിടെ ഞാൻ നേരത്തെ നിനക്ക് ബാക്ക് വന്നപ്പോഴേ ഞാൻ കോൾ തന്നായിരുന്നു. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് അവന്മാരെ ബാക്ക് പോയി കുത്തി. അപ്പൊ പറഞ്ഞ ഗ്രാഫ്റ്റർ വന്നാൽ ഇന്നെ വീഡിയോ ചെയ്ത് നമ്മളെ ഗെയിം കൊണ്ട് ഇട്ടാണ്ട് തൊട്ട് പിന്നെ നിങ്ങളെല്ലാരും ഞാനൊന്നല്ല എടന്ന് പറ്റില്ല ഇന്ന് ചെയ്യണില്ല. ഇന്ന് പറ്റത്തില്ല. ആ അവര് വാറ് നാളെ മതി എന്നാണ് പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ടൈമില്. ഫ്രീ വാർ ചെയ്യാന്നുള്ളത്. പെട്രോൾ ക്യാനല്ലേ ഞാൻ എടാ നമ്മളാളെ അവിടെ വണ്ടി എടുത്തോ. മീറ്റിംഗ് അമ്മ ഇപ്പൊ വിളിച്ചാലേ മാറുള്ളൂ. മക്കളെ ഹാപ്പി അല്ലേ? പോയിട്ട് കേട്ടാ വീരഭദ്ര കുട്ട ഇല്ല അവര് കമ്മ്യൂണിക്കേറ്റ് ടൈമിലും ഇന്ന് പ്രീ വാർ ചെയ്തെടുക്കാൻ വാറ് നാളാക്കാന്നാ പറഞ്ഞത്. നമ്മുടെ കൂട്ടത്തിലുള്ളവര് മാറിക്കേ അവര് അഡ്മിൻ ചെയ്യാനാ മാറിക്കാൻ പറഞ്ഞു. അവര് ചെയ്തോളൂ.
കുറ്റിക്കാടെല്ലാം ഒന്ന് ഇടിച്ചിറക്കി നോക്കിക്കോ, ഏതെല്ലാം കാണും. എന്താ പറഞ്ഞേ, ഇവന്റെ താത്താന്റെ കൂട്ടുകാരനായോണ്ട് കത്തിക്കണ്ടോ? അത് വേണ്ട കാരണം സംസാരിക്കുമ്പോ എന്തായിരുന്നു അറിയാവുന്ന പയ്യന് നാളെ വരെ പറ്റില്ലായിരുന്നു. ഓക്കേടാ ഇവരടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു നാളെ പോരുന്ന ആൾക്കാരില്ല, നാളെ പോരാ. അപ്പൊ അവർക്ക് പറ്റില്ല, അവർക്ക് ഇന്ന് തന്നെ വേണം പറഞ്ഞു തന്നിരുന്നു. ഇവന്മാർക്ക് അറിയത്തില്ല ഇങ്ങനെ നമ്മൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ, അങ്ങനെ കൊടുത്തു വിടുവോ? കൊണ്ടുപോകും. കേറ ആ മൈലുണ്ടല്ലേ. കൊണ്ടത് ഞങ്ങൾക്കാണ് കേൾക്കാതിരിക്കാൻ. ഇതാരാ വണ്ടിയില് അതിൽ കയറണ്ടോ? ഞങ്ങള് എൻട്രൻസ് അക്സെപ്റ്റ് ചെയ്തോറാ. ഞാൻ ഡ്രാഗൺ ഇറങ്ങിണ്ടാവും. ലേറ്റ് ഈ സമയത്ത് ഉണ്ടാവാറില്ല. 4 പേരായോ? യെസ്. ഇപ്പൊ മറ്റേ സിറ്റുവേഷനിലുള്ളവൻ വേണമെന്നില്ലേ? ഉണ്ടോ? സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ സിറ്റുവേഷൻ ഉള്ളേ സാത്താൻ. അതല്ല മറ്റേ അവന്മാരുടെ കൂടെ. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ഒരു സമയത്ത് വള്ളി എടുക്കാതെ മാക്സിമം നോക്കട്ടെ. ഇത് ഇങ്ങനെ ഒരു ഇനി വരാതെ നോക്കേ. അത്യാവശ്യമായിട്ട് ഈ ആഴ്ച ഒരു മീറ്റിംഗ് വിളിക്കണം. ഇവിടെ ഉണ്ടെങ്കിൽ പോയോ? ഇറങ്ങി കാരണം ഇപ്പം മനസ്സിലായോ എന്തിനാണ് ഈ പറയുന്നത്. ഇവന്മാരോടൊന്ന് ഇത് ചെയ്യാൻ നോക്കി ഒരു അത്യാവശ്യം ഇത് വന്നപ്പം വള്ളി എടുക്കാനൊക്കെ ഭയങ്കര ഓവർ കോൺഫിഡൻസ്. അല്ല ഇത് സിറ്റുവേഷൻ ആവേണ്ടതായിരുന്നില്ല. അത് അവിടെ നമ്മളെ സൈഡിൽ നിന്ന് അത് അടിച്ചിട്ടുണ്ടാണ്. അതൊരു അവൻ വന്ന് നേരെ വന്ന് അവരെ വന്ന് അടിച്ചിട്ടുണ്ടാകുന്ന സിറ്റുവേഷൻ ആയത്. അതിന് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അവനെ തല്ലിക്കഴിഞ്ഞ പിന്നെ നമുക്ക് ഇത് ചെയ്യാം. അതെ സംസാരിക്കാൻ മാറിപ്പോയി. സിറ്റുവേഷൻ ആണ്. ഞാനിപ്പോ ലൈവ് എടുത്തതാണ്. പ്രീവാർ കഴിഞ്ഞ് മീറ്റിംഗിൽ കമ്പോ ഇനി പുറത്തിനി പാട്ട് പാടാൻ പോയി എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുക. സിറ്റുവേഷൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുക. അങ്ങനെ റൂള് മാറിയോ? അറിയത്തില്ലല്ലോ. ആരോ വേണമെന്നോ. ഇനി അവന്മാരെന്ത് വിളിച്ചിട്ട് ഇവിടെ ഇല്ലേ? ഇനി ഇത് കാത്തിരിക്കണോ? ഇനി ദൈവം വരെ എത്തിയിട്ട് ഇവരെത്തിയില്ല. തറയിൽ കിടന്ന് കറങ്ങുന്നതാണോ അവര്? ദൈവത്തിനോടും ചോദിച്ചു നോക്കിയല്ലോ. ദൈവം 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 എവിടെ? ഞാൻ ഗുഡ് നൈറ്റ്. പിന്നെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്താലും ഇപ്പൊ എന്താ പറയാ, അല്ല അവൻ അങ്ങ് അടിക്കുന്നു പറഞ്ഞവന്റെ അടുത്തേക്ക് ചോദിക്കാനാണ്. അടിക്കുന്നു പറഞ്ഞ അത് ചോദിച്ചാ ആരാണ് പറഞ്ഞു. ഇതിലെ ലീഡറോ കോ ലീഡറോ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കോ ലീഡേഴ്സ് ആണോ എല്ലാം? നമ്മള് മുതുകില് ഇൻസിഡന്റ് ഉണ്ടായിട്ടായിരുന്നു. എന്താ സിറ്റുവേഷൻ നടന്നതെന്ന് അറിയില്ല. പിന്നെ വാറ് നിങ്ങളുടെ സൈഡിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാറ് നാളത്തേക്ക് നോക്കിയാ പോരെ? ഇന്ന് തന്നെ പറ്റുമോ നിങ്ങൾക്ക്? ഇന്ന് തന്നെ വേണോ ധൃതി വെച്ചായിരുന്നു. അല്ല നിങ്ങൾക്കിപ്പോ അത് നാളത്തേക്ക് മാറ്റാൻ പറ്റിയായിരുന്ന സംഭവം ഇത് വേണം ഇന്ന് തന്നെ വേണം പറഞ്ഞു. എണ്ണം നോക്കി കാണുമല്ലേ എത്ര പേരുണ്ടെന്ന്? ഇല്ല, നമ്മള് മുതുകിൽ ആ സിറ്റുവേഷനിൽ അത്ര പേര് ഡൗൺ ആയതല്ലേ. അപ്പൊ എന്നിട്ടിപ്പോഴോ
ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാരും അല്ല അപ്പൊ കുറച്ചുപേരെ ഡൗൺ ആയിരുന്നുള്ളൂ, ഇപ്പൊ എല്ലാരും ഡൗൺ ആയി. ഇപ്പൊ എല്ലാരും കണ്ടായി. സുഹൃത്തെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയാണ്. ഇപ്പൊ നമ്മളോടായാലും വിളിച്ചു പറഞ്ഞിട്ട് പ്രീവാർ ഇപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നാളത്തേനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അങ്ങനെയൊക്കെയാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, മനുഷ്യന്മാരാണ്. അപ്പൊ നാളെ എപ്പോ ഉണ്ട്? നാളെ നമുക്കൊരു 11 മണി. ഓക്കെ, എന്നാ നാളെ 11 മണിക്കാക്കാം. എനിക്കൊന്നും പറയാനല്ലോ. അവർക്ക് ധൃതിയായിരുന്നു, 1.5 മിനിറ്റ് പോലും വേണ്ടി വന്നു. എടാ ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയടാ. ഓക്കെ, ഞാൻ അടിച്ചു പോയ സമയം കൊണ്ട് തിരിച്ചു വന്നപ്പോ കഴിഞ്ഞു. ഞാൻ അടിച്ചു പോയ 1.5 മിനിറ്റ്, ഞാൻ പെട്ടെന്ന് ചാടി കയറി അന്നേരം തന്നെ. അതുപോലെ ഞാൻ നടന്നോടെ ആരും ഇല്ല. ഞാൻ ശരിക്കും അവരാളെന്നുള്ളതിൽ അടിച്ചിട്ട് അവരോട് അത് പറയണോ? ആ 2 പേര് ഡൗൺ എടുത്ത് നമ്മൾ തന്നെ സാത്താൻ ഇവിടെ കേൾവി വന്നപ്പോ നന്നായി. ഈ നാറിയൊക്കെ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്. വഴിയെ പോയതിനെ വെറുതെ തല്ലിയിട്ട്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ സാത്താൻ ഇങ്ങനെയല്ല. നന്നായി. ഒരിടത്തേക്ക്